അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ് എന്നതിനെക്കുറിച്ച് അതിൻ്റെ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ ആദ്യ എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നു. അപ്പോൾ ഇതിൽ അതിൻ്റെ ശേഷം വളരെ വിശാലമായിട്ടുള്ള ഒരു എക്സസൈസ് ഉണ്ട്, അത് പിന്നെ എടുക്കാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ നോക്കാം എങ്ങനെയാണ് കൃത്യമായി സെൻറ്റൻസുകൾ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത്. ഈ എക്സസൈസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, കുറച്ച് വർക്ക് നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. എല്ലാവരും ഇപ്പോൾ കൃത്യമായിട്ട് കുറേ ആൾക്കാർ ചെയ്തു തരുന്നുണ്ട്, എന്നാലും പെൻഡിങ്ങുള്ള കുറേ ആൾക്കാരുണ്ട്. ഇപ്പം തന്നെ ചെയ്തോളി. നിങ്ങളെ 3ാം ക്ലാസ്സുകാർ ഒരു ദിവസം ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ഓക്കെ, അതിനു മുമ്പ് എല്ലാവരും എല്ലാ സംഗതികളും കംപ്ലീറ്റ് ആക്കിക്കോളി. ഡിഫറൻഷിയേറ്റ് സിമ്പിൾ, കോമ്പൗണ്ട് ആൻഡ് കോംപ്ലക്സ് സെൻറ്റൻസ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ക്ലോസസ്. താഴെ എന്താണ് കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്, സിമ്പിൾ സെൻറ്റൻസ്, ഇതെല്ലാം വിശദീകരിക്കാനാണ്. ഇത് ഞാൻ തന്നെ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്, ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം അത് ഒന്നും കൂടി നിങ്ങൾക്ക് വിശദീകരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ മുഹമ്മദ് ആൻഡ് സലീം ഹാവ് എ ബിഗ് ആർഗ്യുമെൻറ്റ്. അവരെന്നും തർക്കിക്കും. എവരി സമ്മർ ഓവർ ദേ ഷുഡ് സ്പെൻഡ് ദ സമ്മർ വെക്കേഷൻ. അവരെന്നും എന്താണ്, എവിടെയാണ് സമ്മർ വെക്കേഷൻ പോണ്ടിയെന്ന് പറഞ്ഞിട്ട് എന്നും തർക്കമാണ്. മുഹമ്മദ് ആൻഡ് സലീം ഹാവ് എ ബിഗ് ആർഗ്യുമെൻറ്റ്. എന്നും തർക്കം നടക്കും. എവരി സമ്മർ, എല്ലാ സമ്മറിലും. ഓവർ വേർ ദേ ഷുഡ് സ്പെൻഡ് ദിയർ സമ്മർ വെക്കേഷൻ, എവിടെയാണ് അവർ വെക്കേഷൻ സ്പെൻഡ് ചെയ്യുക എന്ന വിഷയത്തിൽ എന്നും തർക്കം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇത് കോംപ്ലക്സ് സെൻറ്റൻസാണ്. കാരണം അല്ലേ, വേറ് വന്നിട്ടുണ്ട്. മുഹമ്മദ് ആൻഡ് ബിഗ് ആർഗ്യുമെൻറ്റ് എവരി സമ്മർ ഓവർ വേർ ദേ ഷുഡ് സ്പെൻഡ് ദിയർ സമ്മർ. അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ കൺജങ്ഷൻസ് വരുമ്പോൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് അത് സാധാരണ വരും. അപ്പോൾ 2 കോംപ്ലക്സ് സെൻറ്റൻസുകളാണ് ഇതിലുള്ളത്. ഇപ്പോൾ ദ മോസ്റ്റ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ് വന്നത്. അപ്പോൾ കോംപ്ലക്സ് ആണ്, കോമ്പൗണ്ട് അല്ല. കോമ്പൗണ്ട് ആകുമ്പോൾ ഫാൻ ബോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കോംപ്ലക്സ് സെൻറ്റൻസ് ആണ് ഇത് വന്നത്. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ സെൻറ്റൻസ് നോക്ക്. സലീം ലവ്സ് ടു ഗോ ടു ദ ബീച്ച് ആൻഡ് സ്പെൻഡ് ഹിസ് ഡേയ്സ് സൺബാത്തിങ്. അത് സിമ്പിൾ സെൻറ്റൻസ് അല്ലേ. സലീം ബീച്ചിൽ പോവാനും അവിടെ സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം. ഇവിടെ ആൻഡ് സ്പെൻഡ് ഹിസ് ഡേയ്സ് എന്നുള്ളത് ബീച്ച് ഗോ ആൻഡ് സ്പെൻഡ് എന്നാണ്. അത് കോമ്പൗണ്ടിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. 2 സെൻറ്റൻസുകളല്ലല്ലോ, ഇത് ഒരേ സെൻറ്റൻസ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് സിമ്പിളായത്. മൂന്നാമത്തെ മുഹമ്മദ് ഓൺ അതർ ഹാൻഡ്. മുഹമ്മദ് നേരെ മറിച്ച് മുഹമ്മദ്, അതാണ് അതിൻ്റെ അർത്ഥം. നേരെ മറിച്ച് മുഹമ്മദ് ലൈക്സ് ദ വ്യൂ ദാറ്റ് ഹി ഗെറ്റ്സ് ഫ്രം ദ ലോഗ് ക്യാബിൻ അപ്പ് ഇൻ ദ മൗണ്ടെയിൻ. മലേൻ്റെ മുകളിൽ പോയിട്ട് വ്യൂ നോക്കാനാണ് മുഹമ്മദിന് ഇഷ്ടം. ആൻഡ് ഹി എൻജോയ്സ് ഹൈക്കിംഗ് ഇൻ ദ ഫോറസ്റ്റ്. ആ ഫോറസ്റ്റിൻ്റെ ഹൈക്ക്, ആ ഉയർന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എൻജോയ് ചെയ്യാനാണ് അവനക്ക് ഇഷ്ടം. ഇവിടെ നോക്കി 2 സെൻറ്റൻസ് കൂടി വെച്ചു. ആൻഡ് ഹി എൻജോയ്സ് ലൈക്ക് ദ അതിൻ്റെ ആദ്യം വേറെ കുറേ സെൻറ്റൻസുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് കോമ്പൗണ്ട് ആയത്. സലീം സേസ് ദർ ഈസ് എ നത്തിങ് റിലാക്സിങ് അബൌട്ട് ചോപ്പിംഗ് വുഡ്, സ്വാറ്റിംഗ് മോസ്കിറ്റോസ് ആൻഡ് കുക്കിംഗ് ഓവർ എ വുഡ് സ്റ്റോവ്. ഓൻ പറഞ്ഞത് അതിൻ്റെ മുകളിലൊന്നും ഒന്നുമില്ല. ദർ ഈസ് നത്തിങ്, മൗണ്ടൈൻ്റെ മുകളിലൊന്നും ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സലീം സേസ് ദർ ഈസ് എ നത്തിങ് റിലാക്സിങ് അബൌട്ട് ചോപ്പിംഗ് വുഡ്, സ്വാറ്റിംഗ് മോസ്കിറ്റോസ് ആൻഡ് കുക്കിംഗ് ഓവർ എ വുഡ് സ്റ്റോവ്. അപ്പോൾ ഇതൊക്കെ ഒരേ സെൻറ്റൻസ് തന്നെയാണ്. 2 സെൻറ്റൻസുകൾ കൂടി ചേർന്നതല്ല. അപ്പോൾ അതും ഇതും സിമ്പിളാണ്. ഓക്കെ, ഞാൻ 5ാമത്തെ. മുഹമ്മദ് ലൈക്സ് സിറ്റിംഗ് ഇൻ ദ ബീച്ച്, ഹി ആൾവേസ് ഗെറ്റ്സ് നോസി സൺബേൺ. മുഹമ്മദ് എന്താണ്, ബീച്ചിലിരിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. ഹി ആൾവേസ് ഗെറ്റ്സ് നോസി സൺബേൺ. അപ്പോൾ അവനക്ക് എന്താണ്, സൺബേൺ ഭയങ്കര പ്രശ്നമാണ്. മനസ്സിലായി. അപ്പോൾ അത് കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. മുഹമ്മദ് ഡിസ്ലൈക്സ് സിറ്റിംഗ് ഓൺ ദ ബീച്ച്, ഹി ആൾവേസ് ഗെറ്റ്സ് നോസ്റ്റി സൺബേൺ.
പിന്നെ ഇനി അടുത്തത് മുഹമ്മദ് trying to get bored sitting on the beach watching the waves, getting sand his swimsuit and reading detective novel for a week. അർത്ഥങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അത് സിമ്പിൾ സെൻറ്റൻസ് ആണ്. ദിസ് ഇയർ ആഫ്റ്റർ എ ലെങ്തി നോയ്സി ഡിബേറ്റ് ദേ ഡിസൈഡഡ് ടു ടേക്ക് എ സെപ്പറേറ്റ് വെക്കേഷൻ. എല്ലാവരും വെവ്വേറെ പോവാൻ തീരുമാനിച്ചു. അതും സിമ്പിൾ സെൻറ്റൻസ് ആണ്. 8 മുഹമ്മദ് വെന്റ് ടു ദ സ്നോയി മൗണ്ടെയിൻസ് ഓഫ് വയനാട് ആൻഡ് സലീം വെന്റ് ടു കാലിക്കറ്റ് ബീച്ച്. ഉറപ്പാണ് കോമ്പൗണ്ട് അല്ലേ? ഇവിടെ ആൻഡ് നിന്നുകൊണ്ട് രണ്ട് സെൻറ്റൻസ് ആണ്. ഒരു മെയിൻ ക്ലോസ് ആകുമ്പോൾ രണ്ട് മെയിൻ ക്ലോസുകൾ ഉണ്ടാവുമല്ലോ കോമ്പൗണ്ടിന്. അപ്പോൾ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് വേറെ ഒന്നുകൊണ്ടാണ് ഇത് കോമ്പൗണ്ട് ആയത്. ആൾദോ ദേ ആർ 5 miles apart they keep in constant contact on the internet. Although they are 50 miles apart they keep in constant contact. അവർ ഒരുപാട് ദൂരെയാണെങ്കിൽ അവരെപ്പോൾ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ആൾദോ എന്ന് വന്നതുകൊണ്ട് എന്തായി? കോംപ്ലക്സ് ആയി. പിന്നെ മുഹമ്മദ് ടുക്ക് ദ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ദാറ്റ് ഹി യൂസസ് അറ്റ് വർക്ക് ആൻഡ് സലീം സിറ്റ്സ് ഓൺ ദ ബീച്ച്. ഇവിടെ ആൻഡ് സലീം സിറ്റ്സ് ഓൺ ദ ബീച്ച് രണ്ട് സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് വന്നല്ലോ അല്ലേ? അപ്പോൾ ഇത് കോമ്പൗണ്ടാണ്. വിത്ത് ഹിസ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ വിച്ച്, ഇവിടെ വിച്ച് എന്നുള്ള ഒരു ബന്ധപ്പെട്ടി പറഞ്ഞതുകൊണ്ട് അവിടെ എന്തും കൂടിയായി? കോമ്പൗണ്ടും ആണ് കോംപ്ലക്സും ആണ് എന്നർത്ഥം. അപ്പോൾ ഈ സെൻറ്റൻസുകൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ശരിക്ക് എന്താണ് കോമ്പൗണ്ട് കോംപ്ലക്സ് എന്നൊക്കെ മനസ്സിലാവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ എക്സസൈസ് നിങ്ങൾക്ക് എഴുതണ്ട, ഞാൻ തന്നെ എഴുതി തന്നിട്ടുണ്ട്. ഞാൻ അടുത്തത് നോക്കുക. കമ്പൈൻ ഈച്ച് ദ ഫോളോയിങ് പേഴ്സ് ഓഫ് സെൻറ്റൻസസ് ഇൻ ടു കോമ്പൗണ്ട് സെൻറ്റൻസസ്. താഴെ ലൈനൊക്കെ എന്ത് ചെയ്യുക? കോമ്പൗണ്ട് സെൻറ്റൻസിലേക്ക് മാറ്റാനാണ്. ഐ കാൾ യു മെനി ടൈംസ് യു ഡിഡിൻറ്റ് ആൻസർ ദ ഫോൺ. ഹീ ഈസ് ഓൾഡ് ഹീ ഈസ് ആക്റ്റീവ്. ഹീ ലോസ്റ്റ് ഹിസ് റെപ്യൂട്ടേഷൻ. റെപ്യൂട്ടേഷൻ ആണ് ജോലി. ഹീ ബ്രോട്ട് എ ബാഡ് നെയിം ടു ഹിസ് ഫാമിലി. അവന് ചീത്തപ്പേര് വന്നു ഫാമിലിയിൽ. ഐ റീച്ച്ഡ് ദ കൗണ്ടർ. ഞാൻ കൗണ്ടറിലെത്തി. ഐ ടുക്ക് മൈ പേഴ്സ് ഔട്ട്. ഞാൻ എൻ്റെ പേഴ്സ് എടുത്തു. ദർ വാസ് നോ മണി ഇൻ ഇറ്റ്. അതിൽ പൈസ ഉണ്ടായിരുന്നില്ല. ദ വേ മേ ബി ലോങ്. വഴി വളരെ ദൂരാണ്. വി മേ ഫീൽ ടയേർഡ്. നമുക്ക് ക്ഷീണം തോന്നും. വി വിൽ നോട്ട് ഗീവ് അപ്പ് ഹോപ്പ്. നമുക്കൊരു പ്രതീക്ഷ നൽകണ്ട. ഇത് കോമ്പൗണ്ട് സെൻറ്റൻസിലേക്ക് മാറ്റാനാണ്. ഓക്കെ, അത് നിങ്ങൾ എഴുതണം. 2 കമ്പൈൻ ദ ഫോളോയിങ് ബൈ സിമ്പിൾ സെൻറ്റൻസ് ഇൻടു കോംപ്ലക്സ് സെൻറ്റൻസ്. നൗഫൽ വെന്റ് ടു ഹിസ് കസിൻസ് ഹൗസ്. ഹി ഹാഡ് എ ലോട്ട് ഓഫ് വർക്ക് ടു ഡു. അവൻ കസിൻ്റെ വീട്ടിൽ പോയി. അവൻ ഒരുപാട് വർക്ക് ചെയ്യാണ്ട്. വിഷ്ണു ഈസ് എ ബ്രില്യൻറ്റ് ബോയ്. ഹി വാസ് വോൺ സെവറൽ ഹോണേഴ്സ്. അവൻ ബ്രില്യൻ്റ് കുട്ടിയാണ്. അവൻ ഒരുപാട് മെഡലുകൾ നേടിയിട്ടുണ്ട്. മാർക്ക് ഡിഡിൻ ഗെറ്റ് ദ ജോബ്. മാർക്കിന് ജോലി കിട്ടിയില്ല. ഹി ലാക്ക്ഡ് ദ നെസസറി ക്വാളിഫിക്കേഷൻ. അവന് ആവശ്യമുള്ള ക്വാളിഫിക്കേഷൻസ് ഒന്നും അവനില്ല. ലാക്ക്ഡ് പറഞ്ഞാൽ ഇല്ല എന്നുള്ള അർത്ഥം. ഹാരി ഈസ് എ ബേസ്ബോൾ പ്ലെയർ. ഹാരി ഒരു ബേസ്ബോൾ പ്ലെയർ ആണ്. ഈസ് നോൺ ഓൾ ഓവർ ദ വേൾഡ്. എല്ലാവരും അവനെ അറിയും. വി ടുക്ക് പാർട്ട് ഇൻ ദ കോമ്പറ്റീഷൻ. വി ഡിഡ് നോട്ട് വിൻ എനി പ്രൈസ്. നമ്മൾ പാർട്ടിസിപ്പേഷനിൽ പങ്കെടുത്തു, പക്ഷെ നമുക്ക് പ്രൈസ് കിട്ടിയില്ല. അപ്പോൾ ഇതിനൊക്കെ എന്താണ് കോംപ്ലക്സ് സെൻറ്റൻസ് ആക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ മോസ്റ്റ് കോമൺ സബോർഡിനേറ്റ് കൺജങ്ഷൻ ഉപയോഗിച്ചാൽ എന്താവും? കോംപ്ലക്സ് സെൻറ്റൻസ് ആവും. അപ്പോൾ ഏതാണ് യോജിച്ചത് എന്ന് എടുത്തിട്ട് നിങ്ങൾ എഴുതുക. അപ്പോൾ അതാണ് ഈ എക്സസൈസിൽ പറയാനുള്ളത്. അപ്പോൾ ഇതുവരെ എക്സസൈസ് അല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും ഒരു പാഠം നമുക്ക് എടുക്കണ്ടേ? അല്ലേ മോശമല്ലേ? അപ്പം ഒന്നും കൂടി ഉണ്ട്. റൈറ്റ് ഡൗൺ മീനിങ്ഫുൾ കോമ്പൗണ്ട് സെൻറ്റൻസ് യൂസിങ് ദിസ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ഈ കൺജങ്ഷൻസ് ഉപയോഗിച്ചിട്ട് കുറച്ച് എന്ത് ചെയ്യുക? ഇതിലൊരു നിങ്ങൾ എല്ലാം കൂടി എഴുതണ്ട, ഒരു 3 എണ്ണം. അപ്പോൾ ഫോറോ ആൻഡോ നോറോ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? 3 എണ്ണം ഉപയോഗിച്ചിട്ട് ഒരു കോമ്പൗണ്ട് സെൻറ്റൻസ് എഴുതുക. റൈറ്റ് ഡൗൺ മീനിങ് കോംപ്ലക്സ് സെൻറ്റൻസസ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആഫ്റ്റർ ആൾദോ ബിക്കോസ്. ഇതിൽ ഏതെങ്കിലും ഒരു 3 എണ്ണം ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ജുംല എഴുതുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഒരു ഭാഗം കൂടി നമ്മൾ എടുക്കുകയാണ്. ഇതൊരു എക്സസൈസ് മാത്രമല്ല, ഏതെങ്കിലും ഒരു പാഠം എടുക്കണ്ടേ? നോക്കുക. ഇന്റർചേഞ്ച് ബിറ്റ്വീൻ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് സെൻറ്റൻസസ്. സിമ്പിളും കോമ്പൗണ്ട് സെൻറ്റൻസും എങ്ങനെയാണ് മാറ്റുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇവിടെ ഒരു 2 സെൻറ്റൻസ് തന്നോ. ഡ്രിവൺ ബൈ റൈൻ. ഞാൻ മഴത്തായിരുന്നു. മഴത്ത് ഇങ്ങനെ ഡ്രിവൺ ബൈ റൈൻ,
മഴ വന്നപ്പോൾ അല്ലെങ്കിൽ മഴയിൽ ഞാൻ ഓടി ഡ്രൈവ് ചെയ്തു എന്താണെങ്കിലും. ഹി ടുക്ക് ഷെൽട്ടർ അണ്ടർ എ ട്രീ. അപ്പോൾ മഴ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഹി ടുക്ക് എ ഷെൽട്ടർ അണ്ടർ എ ട്രീ. ഒരു മരത്തിന് മുകളിൽ മരത്തിൻ്റെ അടിയിൽ എന്താണ് അഭയം പ്രാപിച്ചു, അല്ലെങ്കിൽ മരത്തിൻ്റെ ചോട്ടിൽ പോയി നിന്നു. ഡ്രിവൺ ബൈ റൈൻ. മഴ കുടുങ്ങിയപ്പോൾ ഡ്രിവൺ ബൈ റൈൻ. അപ്പോൾ ഇതൊരു സെൻറ്റൻസ് ആണ്. ഡ്രിവൺ ബൈ റൈൻ എന്ന് പറഞ്ഞ ഒരു സെൻറ്റൻസ്. ഇവിടെ ഏതെന്താ വരാത്തത്? ഡ്രിവൺ ബൈ റൈൻ ഹി ടുക്ക് ദ ഷെൽട്ടർ അണ്ടർ എ ട്രീ. ഇങ്ങനെ ഒരു സെൻറ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിമ്പിൾ സെൻറ്റൻസാണ്. കാരണം എന്താ? ഡ്രിവൺ ബൈ റൈൻ മഴ വന്നപ്പോൾ, ഹി ടുക്ക് ഷെൽട്ടർ അണ്ടർ എ ട്രീ അല്ലേ? മഴ വന്നപ്പോൾ ഡ്രിവൺ ബൈ റൈൻ, മഴ വന്നപ്പോൾ ഹി ടുക്ക് ഷെൽട്ടർ അണ്ടർ എ ട്രീ. മരത്തിൻ്റെ മുകളിൽ മരത്തിൻ്റെ അടിയിൽ അടിയിൽ പോയി നിന്നു. ഇത് സിമ്പിളാണ്, സിമ്പിൾ സെൻറ്റൻസ്. ഇനി ഇതിനെ എങ്ങനെയാണ് കോമ്പൗണ്ട് ആക്കുക? കോമ്പൗണ്ട് ആക്കൽ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാം. എന്താണ് ബോയ്, ഫാൻ ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സംഗതിയിൽ പറഞ്ഞിട്ടുള്ള ഫോർ ആൻഡ് നോർ ബട്ട് ഓർ എറ്റ് സോ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് രണ്ട് സെൻറ്റൻസിനെ കൂട്ടി യോജിപ്പിച്ചാൽ മതി എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതെങ്ങനെയാണ്? ഹി വാസ് ഡ്രിവൺ ബൈ റൈൻ. അവൻ എന്താണ്? മഴ കൊള്ളേണ്ടി വന്നു, അല്ലെങ്കിൽ മഴയിൽ പെട്ടു. ആൻഡ് ഇവിടെ ആൻഡ് ഉപയോഗിച്ചു. ആൻഡ് ടുക്ക് ദ ഷെൽട്ടർ അണ്ടർ എ ട്രീ. അപ്പോൾ അവനെന്താ? അത് മരത്തിൻ്റെ ചോട്ടിൽ നിന്നു. അപ്പോൾ ഇതിനെന്ത് ചെയ്ത്? കോംപ്ലക്സ് ആക്കി മാറ്റി. കോംപ്ലക്സ്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഷർത്തുകൾ എന്താ? ഇതെന്താ? എ സിമ്പിൾ സെൻറ്റൻസ് ക്യാൻ ബി കൺവേർട്ടഡ് ടു എ കോമ്പൗണ്ട് സെൻറ്റൻസ്. ഒരു സിമ്പിൾ സെൻറ്റൻസിന് കോമ്പൗണ്ട് സെൻറ്റൻസ് ആക്കാൻ പറ്റും ബൈ എക്സ്പാൻഡിങ്. അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുക, അതിനൊന്ന് എന്താ പറയുക, വലിച്ചു നീട്ടുക. എ വേർഡ് ഓർ ഫ്രൈസ് ഇൻ ടു എ മെയിൻ ക്ലോസ്. ഒരു വേർഡോ ഒരു ഫ്രൈസോ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? നമുക്ക് അതിൻ്റെ കൂടെ കൺജങ്ഷൻസ് ചേർത്ത് കൊടുത്താൽ പറ്റും. അപ്പോൾ ഇവിടെ ഡ്രിവൺ ബൈ റൈൻ മഴ വന്നപ്പോൾ ഹി ടുക്ക് ഷെൽട്ടർ അണ്ടർ എ ട്രീ എന്നുള്ളതിന് ഹി വാസ്, ഇവിടെ ഒരു ഇത് ചേർത്ത് കൊടുത്തു നമ്മളിതാ. ഹി വാസ് ഡ്രിവൺ ബൈ റൈൻ, മഴ കൂടിയപ്പോൾ ആൻഡും കൂടി ചേർത്ത് കൊടുത്തു. കോംപ്ലക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട് അല്ല കേട്ടോ, കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് അല്ല, കോമ്പൗണ്ട് എന്നാണ്. ഞാൻ കോമ്പൗണ്ട് എന്ന് എഴുതി, അത് തെറ്റി. അല്ല, കോംപ്ലക്സ് എന്ന് എഴുതി, ശരിക്കും കോമ്പൗണ്ട് അല്ല വേണ്ടി. അപ്പോൾ കോമ്പൗണ്ട് സെൻറ്റൻസിൻ്റെ ഷർത്തുകൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഫുള്ള് സ്പെല്ലിങ് എഴുതില്ല കേട്ടോ, ഇതാണ് സ്പെല്ലിങ് എന്ന് മനസ്സിലാക്കരുത്. അപ്പോൾ അവിടെ ആൻഡ് ഒന്ന് കൂട്ടി കൊടുത്ത് ഇവിടെ ഹി വാസ് ഒരു വേർഡ് അല്ലെങ്കിൽ ഫ്രേസ് കൂട്ടി കൊടുത്തപ്പോൾ സംഭവം ശരിയായി. ഓക്കെ. ഇനി എ കോമ്പൗണ്ട് സെൻറ്റൻസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എ സിമ്പിൾ സെൻറ്റൻസ് ബൈ കോൺട്രാക്റ്റിംഗ് എ മെയിൻ ക്ലോസ് ഇൻ ടു എ വേർഡ് ഓർ ഫ്രേസ്. ഏതെങ്കിലും ഒന്നിനെ കുറയ്ക്കലുകൊണ്ട്, കോൺട്രാക്റ്റിംഗ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഇതാണ് തന്നത്. ഹി വാസ് ഡ്രിവൻ ബൈ റൈൻ ആൻഡ് ടുക്ക് ഷെൽട്ടർ അണ്ടർ എ ട്രീ എന്ന് കോമ്പൗണ്ട് സെൻറ്റൻസ് നിങ്ങൾക്ക് തന്നു. അതിനെങ്ങനെ സിമ്പിൾ ആക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെയുള്ള ഈ ഹി വാസ് എന്നുള്ളത് കൊണ്ട് ഒഴിവാക്കുക, ആൻഡ് എന്നുള്ള ഒഴിവാക്കുക. ഡ്രിവൻ ബൈ റൈൻ, ടുക്ക് ഷെൽട്ടർ അണ്ടർ എ ട്രീ. വളരെ സിമ്പിളാണ്. അടുത്ത ഉദാഹരണം നോക്കുക. ബിസൈഡ്സ് ബീയിങ് ബ്യൂട്ടിഫുൾ. അവൻ ബ്യൂട്ടിഫുൾ ആയിരിക്കെ, ഷീ ഈസ് ഇന്റലിജന്റ്. ബിസൈഡ്സ് ആണ് ആയിരിക്കെ. ബിസൈഡ്സ് ബീയിങ് ബ്യൂട്ടിഫുൾ, സുന്ദരി ആയിരിക്കെ അവൾ എന്താണ്? നല്ല ബ്രില്യൻറ്റും ആണ്, നല്ല ബുദ്ധി ഉള്ളവളും ആണ്. അപ്പം നമ്മൾ പറഞ്ഞു എക്സ്പാൻഡിങ് ഓർ വേർഡ്. ഈ സെൻറ്റൻസിനൊന്നും ഇങ്ങനെ എന്താക്കുക? വലിച്ചു നീട്ടുക, എക്സ്പാൻഡ് ചെയ്തൊക്കെ. അപ്പം ബിസൈഡ്സ് ബീയിങ് ബ്യൂട്ടിഫുൾ എന്നുള്ളതിന് അവൾ ബ്യൂട്ടിഫുൾ ആയിരിക്കെ ഷീ ഈസ് ഇൻ്റലിജൻറ്റ്, അവൾ ഇൻ്റലിജൻ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് പറ്റിയ ഏതെങ്കിലും കോമ്പൗണ്ട് സെൻറ്റൻസ് ആക്കാൻ ഉപയോഗിക്കുന്ന കൺജങ്ഷൻസ് ഉണ്ടല്ലോ, അതിലേതെങ്കിലും നമുക്ക് ഉപയോഗിക്കണം. അപ്പം നോക്കുക. ഷീ ഈസ് നോട്ട് ഓൺലി ബ്യൂട്ടിഫുൾ ബട്ട് ആൾസോ ഇൻ്റലിജൻറ്റ്. ഇത് വെച്ചാൽ കൃത്യമായില്ല, ആ അർത്ഥങ്ങളൊക്കെ കിട്ടിയില്ലേ? അപ്പോൾ ഇവിടെ ഷീ ഈസ് നോട്ട് ഓൺലി എന്നുള്ള സാധനം ചേർത്ത് കൊടുത്തു, പിന്നെ ബട്ട് ചേർത്ത് കൊടുത്തു. മനസ്സിലായോ? അപ്പോൾ അർത്ഥത്തിനനുസരിച്ച് ഇങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ നമുക്ക് കോമ്പൗണ്ട് സെൻറ്റൻസ് ആക്കാം. ഷീ ഈസ് നോട്ട് ഓൺലി ബ്യൂട്ടിഫുൾ, അവൾ ബ്യൂട്ടിഫുൾ മാത്രമല്ല ബട്ട് ആൾസോ ഇൻ്റലിജൻറ്റും കൂടിയാണ്. ഇനി ഇതാണ് ആദ്യം നിങ്ങൾക്ക് തന്നതെന്നുണ്ടെങ്കിൽ ഷീ ഈസ് നോട്ട് ഓൺലി ബ്യൂട്ടിഫുൾ
ബട്ട് ആൾസോ ഇൻ്റലിജൻറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺട്രാക്ട് ചെയ്യാൻ മെയിൻ ക്ലോസ് ഇൻ ടു എ വേർഡ് ഓർ ഫ്രൈസ്, ചുരുക്കുക. ഇത് ചുരുക്കി എന്ത് ചെയ്യും, വേർഡ് ഈ സെൻറ്റൻസിനെ ചുരുക്കിയിട്ട് യോജിച്ച് ഏതെങ്കിലും ഒരു സംഗതി അവിടെ ചേർത്ത് കൊടുത്താൽ ബിസൈഡ്സ് ബീയിങ് ബ്യൂട്ടിഫുൾ. ഇനി ബിസൈഡ്സ് മാത്രം ആവണ്ട, ഇങ്ങനെ എഴുതല്ലോ, ഷീ ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് ഇൻ്റലിജൻറ്റ് ഗേൾ. അങ്ങനെ എഴുതാം, ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് ഇൻ്റലിജൻറ്റ് ഗേൾ. അങ്ങനെ എഴുതല്ലോ. അപ്പം 2 സെൻറ്റൻസുകൾ സിമ്പിളും ആക്കാനുള്ളതാണ്. ഇനി അടുത്ത ഉദാഹരണം നോക്ക്. ഇൻ സ്പേസ് ഓഫ് പോവർട്ടി ഈസ് ഹാപ്പി. ഇൻ സ്പേസ് ഓഫ് പോവർട്ടി, ദാരിദ്ര്യം ഉണ്ടായിരിക്കെ ഈസ് ഹാപ്പി, അവന് ഹാപ്പിയാണ്. അപ്പോൾ അത് 2 സെൻറ്റൻസ് ആക്കിയ ഹീസ് പുവർ ബട്ട് ഹീസ് ഹാപ്പി. ഹീസ് പുവർ ബട്ട് അവിടെ ബട്ട് ചേർത്തിട്ട് ഹീസ് ഹാപ്പി. പുവർ ആണെങ്കിലും ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പുതിയതായിട്ട് എടുത്ത പാഠം. എക്സസൈസും കൂടി ഉണ്ട്. കൺവേർട്ട് ദ ഫോളോയിങ് ഇൻ ടു കോമ്പൗണ്ട് സെൻറ്റൻസ്. ബീയിങ് ഇന്നസെൻറ്റ്, ഹി നെവർ തോട്ട് ഓഫ് റണ്ണിങ് അവേ. ബീയിങ് ഇന്നസെൻറ്റ്, അവൻ എന്താണ് ഇന്നസെൻ്റ് ആയതുകൊണ്ട്, അവൻ നിരപരാധി ആയതുകൊണ്ട് ഓന് ഓടിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. അത് നിങ്ങൾ സിമ്പിൾ അത് കോമ്പൗണ്ടിക്ക് മാറ്റാം. ബിസൈഡ്സ് ബീയിങ് ത്രോൺ ഇൻ ടു ജയിൽ, അവൻ ജയിലിലേക്ക് അവനെ ജയിലിലാക്കും ചെയ്ത്, പിന്നെ അവൻ എന്താണ് ഒരുപാട് ഫൈനും കൊടുക്കേണ്ടി വന്നു. ദ ഓൾഡ് മാൻ സാറ്റ് നിയർ ദ ഫയർ സ്മോക്കിംഗ്, അവൻ തീൻ്റെ അടുത്തിരുന്നു, പിന്നെ സ്മോക്കും ചെയ്തു. ബൈ ഹിസ് പ്ലസൻറ്റ് മാനർ ദ ബോയ് ബിക്കേം പോപ്പുലർ, അവൻ്റെ സന്തോഷം കൊണ്ട് അവൻ പ്ലസൻറ്റ് മാനർ, അവൻ എന്താണ് നല്ല അപ്പിയറൻസ് ആയിരിക്കും മറ്റ് ജനങ്ങളോട്, അല്ലേ? നല്ല നിലക്ക് മറ്റുള്ളവരോടൊക്കെ എന്താണ് കണ്ടുമുട്ടുന്ന സംസാരിക്കുന്ന ആളായതുകൊണ്ട് അവൻ ആ കുട്ടി ഭയങ്കര പോപ്പുലറായി. ഇത് നിങ്ങളെന്ത് ചെയ്യുക, കോമ്പൗണ്ട് സെൻറ്റൻസിലേക്ക് മാറ്റി എഴുതാം. ഓക്കെ, ഇനി രണ്ടാമത്തെ, കൺവേർട്ട് ദ ഫോളോയിങ് ടു സിമ്പിൾ സെൻറ്റൻസസ്. യു മസ്റ്റ് ടേക്ക് എ മെഡിസിൻ അതർവൈസ് യു ക്യാൻ ഗെറ്റ് വെൽ. മെഡിസിൻ എടുത്തോ, അല്ലെങ്കിൽ രോഗം മാറൂല. ദ സ്റ്റോം സബ്സൈഡഡ് ആൻഡ് വി കണ്ടിന്യൂഡ് അവർ ജേണി. അടുത്ത, ഹി ഗോട്ട് അപ്പ് ആൻഡ് വാക്ക്ഡ് അവേ. ഹി ഈസ് റിച്ച് യെറ്റ് ഹി ഈസ് നോട്ട് ഹാപ്പി. അപ്പം ദ സ്റ്റോം സബ്സൈഡഡ് എന്ന് പറഞ്ഞാൽ കാറ്റ് എന്ത് ചെയ്തു, നിലച്ചു. ആൻഡ് വി കണ്ടിന്യൂഡ് അവർ ജേണി, അപ്പോൾ കാറ്റ് നിലച്ചപ്പോൾ പിന്നെ നമ്മളെ യാത്ര തുടർന്നു. ഹി ഗോട്ട് അപ്പ് ആൻഡ് വാക്ക്ഡ് അവേ, അവന് ഗെറ്റപ്പ് ഗോട്ടപ്പ് എന്താണ് ഉണർന്നു, എന്നിട്ട് റെഡിയായി നിന്ന്, എന്നിട്ട് നടന്നു. ഹീസ് റിച്ച്, അവൻ ഭയങ്കര പൈസക്കാരനാണ്. യെറ്റ് ഹീസ് നോട്ട് ഹാപ്പി, പൈസ ആയിരിക്കും പക്ഷെ എന്താണ് ഓണ് ഹാപ്പി അല്ല. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സിമ്പിൾ സെൻറ്റൻസിലേക്ക് ആക്കുക? ഇവിടെയൊക്കെ എന്തുകൊണ്ടാണ് ഇത് കോമ്പൗണ്ട് ആയത് കണ്ടോ? നിങ്ങൾക്കറിയില്ലേ, കൺവേർട്ട് ദ ഫോളോയിങ് സിമ്പിൾ സെൻറ്റൻസസ്. അപ്പോൾ ഇതിൽ ഒരുപാട് സംഗതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് 2 ഫ്രേസാണ്. അതർവൈസ് വന്നു, പിന്നെ ദ സ്റ്റോം സബ്സിഡഡ്, ആൻഡ് വന്ന്, ഇവിടെ ഒരു ആൻഡ് വന്ന്, യെറ്റ് വന്ന്, ഇങ്ങനെ ഇതൊക്കെ കോമ്പൗണ്ട് സെൻറ്റൻസുകളാണ്. അപ്പോൾ ഇതിനെന്ത് ചെയ്യാം, നിങ്ങളെ സിമ്പിളാക്കി മാറ്റുക. ഓക്കെ, വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.